നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനന്ദ് മഹീന്ദ്രയെ ഇന്റർവ്യൂ ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം മുകളിലത്തെ നിലയിൽ നിന്നും താഴത്തെ നിലയിലേക്ക് വന്ന് കാറിൽ കയറ്റിവിട്ട് യാത്രയാക്കിയിട്ടാണ് വിട്ടത്. ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടും. അയാളൊരു മലയാളിയാണ്. അതുമാത്രമല്ല, മലയാളികളായിട്ടുള്ളവർക്കൊക്കെ അയാൾ അറിയപ്പെടുന്നത് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയുടെ ഭർത്താവ് മാത്രമായിട്ടാണ്. പക്ഷേ അയാൾ ആരാണെന്ന് അറിഞ്ഞപ്പോഴും നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ 24 ന്യൂസ് ചാനലിൽ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് അദ്ദേഹം എത്ര വലിയ മനുഷ്യനാണ്, അതായത് ഒരു നടിയുടെ ഒരു ടാഗിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. ഏതായാലും ശ്രീവത്സൻ മേനോനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിട്ട് വരാം. ശ്രീവത്സൻ മേനോൻ മുംബൈയിൽ മാധ്യമ പ്രവർത്തകനായി വർഷങ്ങളോളം പ്രവർത്തിച്ച് അവിടെ നിന്ന് ആർജിച്ച നൈപുണ്യങ്ങൾ മറ്റ് മേഖലകളിലേക്കും വ്യാപിപ്പിച്ച് തന്റെ പ്രവർത്തന പാന്താവ് വിപുലമാക്കിയ വ്യക്തി. ബിസിനസ് വേൾഡും മലയാള മനോരമയും ദ വീക്കും ഇന്ത്യൻ എക്സ്പ്രസും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ സീനിയർ എഡിറ്റോറിയൽ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ശ്രീവത്സൻ മേനോൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും ആഗോള ഭൗമ രാഷ്ട്രീയത്തെയും കുറിച്ച് ഏറെ അവഗാഹമുള്ള മാധ്യമ പ്രവർത്തകനാണ്. എഡൽവീസ് ഫിനാൻഷ്യൽ സർവീസസിന്റെ ഗവേഷണ വിഭാഗം AVP ആയി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീവത്സൻ മേനോൻ നിലവിൽ കൺസ്ട്രക്റ്റീവ് കണ്ടന്റ് പ്രൊവൈഡർ, ഡിജിറ്റൽ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ്, ഡിജിറ്റൽ PR കൺസൾട്ടന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. രത്തൻ ടാറ്റയും ഗൗതം അദാനിയും ആനന്ദ് മഹീന്ദ്രയും ഉൾപ്പെടെയുള്ള എണ്ണം പറന്ന വ്യവസായികളുമായി അഭിമുഖങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീവത്സൻ മേനോൻ ആ അനുഭവങ്ങൾ മലയാളി പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ലെറ്റ്സ് ടോക്ക് ബിസിനസ്സിൽ എത്തിയിരിക്കുകയാണ്. നമ്മളൊക്കെ ഇദ്ദേഹത്തെ പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രതി നിർവേദം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നു. ശ്വേതാ മേനോന്റെ ആദ്യത്തെ രതി നിർവേദത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജയഭാരതിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ശ്വേതാ മേനോനാണ് രതി നിർവേദത്തിൽ വന്നത്. അങ്ങനെ രതി നിർവേദം ഇറങ്ങിയിട്ട് ഒരു 3-4 മാസത്തിനുള്ളിലാണ് ആ ഞെട്ടിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ശ്വേതാ മേനോൻ വിവാഹിതയാകുന്നു. മുംബൈയിലെ മാധ്യമ പ്രവർത്തകനായ ശ്രീവത്സൻ മേനോനാണ് വരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളാഞ്ചേരിയിലെ അമ്മയുടെ, ശ്വേതാ മേനോന്റെ അമ്മയുടെ തറവാട്ടിൽ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം. അതുപോലെ തന്നെ സിനിമാ രംഗത്ത് നിന്നും ആകെ ഒരാളെ മാത്രമാണ് ക്ഷണിച്ചത്, അത് മമത മോഹൻദാസിനെ മാത്രമാണ്. അതിനുശേഷം കൊച്ചിയിൽ വലിയൊരു വിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ നടന്മാരും അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ആരാണ് ഈ ശ്രീവത്സൻ മേനോൻ? അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു സാധാരണപ്പെട്ട മാധ്യമ പ്രവർത്തകൻ എന്ന് തന്നെയാണ് ഇതുവരെ നമ്മൾ എല്ലാവരും വിചാരിച്ചത്. അതുപോലെ ശ്വേതാ മേനോന്റെ പല വിവാദങ്ങളിലും ഇദ്ദേഹത്തിന് നല്ല തെറിയും, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സൈബർ അറ്റാക്ക് വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശ്വേതാ മേനോൻ കളിമണ്ണ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. അതിലെ പ്രസവം ലൈവായിട്ട് കാണിക്കുന്നു, അതുപോലെ വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇദ്ദേഹത്തെ ഒരുപാട് പേര് വിമർശിച്ചിരുന്നു. അന്നൊക്കെ ഇദ്ദേഹം വളരെ മൗനമായിട്ടിരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരു കാലത്ത് ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള തരത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം ലൈവായിട്ട് കാണിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ശ്വേതാ മേനോൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളാണ്. അതുമാത്രവുമല്ല, അതൊരു സിനിമയിൽ വന്നതാണ്. കളിമണ്ണ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊന്ന് ചിത്രീകരിച്ചത്. അതായത് ശ്വേതാ മേനോൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഓരോ മിനിറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ പരിശോധിക്കുകയും അങ്ങനെ ആ പ്രസവത്തിന്റെ ദിവസം തന്നെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുകയും അതിനുശേഷം ഈ ഒരു സംഭവമൊക്കെ വളരെ രഹസ്യമായിട്ട് ഒരു ലോക്കറിലാണ് ഇതിന്റെ സീഡിയും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലെ സിനിമയിലും പിന്നെ എന്ന് പറഞ്ഞാൽ കാമസൂത്ര പോലെയുള്ള പരസ്യത്തിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന റോളുകളാണെങ്കിലും അതുപോലെയുള്ള റോളുകളാണ്. ആ റോളുകളൊക്കെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനും ശ്വേതാ മേനോൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് വെറുതെയല്ല ഒരു ഭാര്യ എന്നുള്ള ഒരു ഷോയിൽ വന്നോട് കൂടിയിട്ടാണ് ശ്വേതാ മേനോനെ മലയാളികൾക്ക്, കുടുംബ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അതുവരെ ശ്വേതാ മേനോന് ഒരു ബാഡ് ഇമേജ് ആണെങ്കിൽ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു വെറുതെയല്ല ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു ഇതിലെത്തിയതിനു ശേഷം ശ്വേതാ മേനോനെ എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങി. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതുവരെ എന്ന് പറഞ്ഞാൽ ശ്വേതാ മേനോനെ ഇഷ്ടപ്പെടുന്നത് പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. പിന്നീട് സ്ത്രീകളും കൂടി ശ്വേതാ മേനോനെ കയ്യിലെടുത്തു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ശ്വേതാ മേനോന്റെ പ്രവൃത്തിയും അതുപോലെയുള്ളതാണ്. സാധാരണ നടിമാരെ പോലെ തലക്കനമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു ജാടയോ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് അടിമയല്ല. അവരൊക്കെ വളരെയധികം നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ കണ്ടു കഴിഞ്ഞാലും ആര് പോയി കഴിഞ്ഞാലും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്വേതാ മേനോൻ. അപ്പോൾ അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന അയാള് വെറും ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയുടെ ഭർത്താവ് മാത്രമല്ല, ഒരു
ഒരു വലിയ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതുപോലെ രത്തൻ ടാറ്റയെ പോലെ, ആനന്ദ് മഹീന്ദ്രയെ പോലെ അങ്ങനെയുള്ള ഒരു വലിയ വലിയ ആൾക്കാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത ഒരു മനുഷ്യനാണെന്ന് ഈ ഒരു അഭിമുഖം വന്നപ്പോഴാണ് കൂടുതൽ മലയാളികളും മനസ്സിലാക്കിയത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ സിനിമയും അതുപോലെ ഈ സീരിയലും കാര്യങ്ങളൊക്കെ കാണുന്നത് ഒരു ശരാശരി മലയാളികളാണ്. അവരുടെയൊക്കെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, ശ്വേതയുടെ ഭർത്താവോ, അയാളൊരു മാധ്യമ പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ, ഇതുപോലെയുള്ള വാർത്തകൾ എഴുതുന്ന ആള് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കണ്ടത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ മാറ്റി മറിച്ചുകൊണ്ടാണ് ആ ഒരു അഭിമുഖം വന്നിരിക്കുന്നത്. ഏതായാലും ചെറിയൊരു ഭാഗവും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതായത് നാനോ കാർ ഇറക്കുന്നതിന് മുമ്പേ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. രത്തൻ ടാറ്റയെ ഇന്റർവ്യൂ ചെയ്തപ്പോഴുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു? ഈ കഥകളൊക്കെ ശരിയാണോ എന്ന് സംശയിക്കുന്ന ചില മലയാളികളുണ്ട്. ഈ നാനോന്റെ കാര്യത്തിൽ ഇങ്ങനൊരു സ്റ്റോറി ഞാൻ എന്നോട് പറഞ്ഞില്ല, പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞത് വളരെ ക്ലിയർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു സ്കൂട്ടറും 2 കുട്ടികളും അമ്മയും, അങ്ങനെ ഒരു വല്ലാത്ത സ്കെയറി ബാലൻസിലാണ് പല സ്ഥലത്തും ഞാൻ കാണാറ്. അതൊരു റിസ്ക്കും കൂടിയാണ്, ഒരു ഫാക്ടർ. അപ്പോൾ അവരുടെ ആസ്പിറേഷനിൽ അടുത്ത ഒരു കാർ വാങ്ങി. പക്ഷേ ഇപ്പോഴുള്ള കാറുകൾ 2-3 ലാക്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളി അത് നന്നായിട്ട് കണ്ടിരുന്നു, ഒരു മാർക്കറ്റും കൂടി കണ്ടിരുന്നു, പുള്ളി അതിനൊരു ബിസിനസ് ആംഗിളും കൂടി കണ്ടിരുന്നു. അത് ഫെയിലായി എന്നുള്ളതൊരു വലിയൊരു നമ്മുടെ ഒരു ഇതാണ്. അപ്പോൾ അത് ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു, നെസസിറ്റി ആയിരുന്നുള്ളത് ടാറ്റയ്ക്ക് വളരെ ക്ലിയർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ വെച്ചാൽ, ഞാനൊരു പർപ്പസിലാണ് അവർ ചെയ്തത്. അത് ഇപ്പോൾ ഇൻഡിക്ക തന്നെ, ഇൻഡിക്ക ഇറങ്ങിയപ്പോൾ ആൾക്കാർക്ക് ഷോക്കായിരുന്നു, എന്ത് ഇങ്ങനൊരു ഡിസൈനിലൊരു കാറ് എന്നുള്ളത്. കാരണം ടാറ്റ ആദ്യമായിട്ടാണ് ഒരു പാസഞ്ചർ കാർ ഇറക്കിയത്. ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പക്ഷേ മൂവ് ഓൺ അല്ലേ. ഇപ്പൊ പിന്നെ വളരെ എന്താ വെച്ചാൽ ഇന്ത്യയിലെ നമ്പർ 2 ആവാനുള്ള പൊസിഷനിലാണ് എൻ്റെ ടാറ്റ മോട്ടോഴ്സ് നിൽക്കുന്നത്. അപ്പൊ അതേ അന്ന് അങ്ങനെ ജനറലി പറഞ്ഞത് എന്താ വെച്ചാൽ, ദർ വാസ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ദെൻ ഐ തോട്ട് ഇറ്റ്സ്. കാരണം ഇന്ത്യയിൽ ഒരുപാട് പേര് 2 വീലേഴ്സ് വാങ്ങിച്ച് എന്തുണ്ട് ഒരു പ്രോഗ്രഷൻ എന്നുള്ള നിലയ്ക്കുള്ളത്. പിന്നെ കുറെ കൂടെ സേഫ്റ്റിയാണ് ഫാമിലി ആകുമ്പോൾ എന്നുള്ളത് അതേ അങ്ങനെ പറഞ്ഞത്. ടാറ്റയുടെ ഒരു 1-2 കഥകൾ ഞാൻ പഴയൊരു ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് വെച്ചിട്ട് പറയുകയാണ്. ടാറ്റ ആ ഒരു ഫാമിലി വാല്യൂസിന്, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഈ ഉൾഫയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, എന്താ ഓർമ്മയുണ്ടോ അറിയില്ല. അതായത് ടാറ്റ നാനോ ഇറക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി അങ്ങനെ ഒരു കഥ, അതായത് അദ്ദേഹം പറയുന്നത് വേറൊരു രീതിയിലാണെങ്കിലും ഏകദേശം അത് തന്നെയായിരുന്നു കഥ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്കൂട്ടറിൽ ഒരു ഫാമിലി പോകുന്നത് കണ്ട് അത് വിഷമം തോന്നിയ അദ്ദേഹം 1 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് കൊടുക്കണം എന്നുള്ള ഇതിൽ പിന്നീട് നാനോ കാർ ഇറക്കി എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അതേതായാലും ശരിവെക്കുന്ന തരത്തിൽ അതുപോലെയുള്ള കഥകൾ തന്നെയാണ് നാനോ ഇറക്കാനുണ്ടായ ഇത് എന്നൊക്കെ ടാറ്റ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ആ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ആ ഒരു വാല്യൂ, ആ ഒരു മനുഷ്യൻ എത്ര വലിയവനാണ്. അദ്ദേഹമാണ് ഇതുവരെ സൈലൻ്റായി, അതായത് ഒരു തരത്തിലും ശ്വേതാമേനോൻ്റെ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നില്ല, അല്ലെങ്കിൽ ശ്വേതാമേനോൻ തന്നെ പറയുന്നില്ല തൻ്റെ ഭർത്താവ് തന്നേക്കാൾ വലിയവനാണ്, അല്ലെങ്കിൽ തന്നേക്കാൾ വലിയ നിലയിലുള്ള അത് ഒരുപാട് പേര് ആരാധിക്കുന്ന മനുഷ്യരാണ്. ഒരുവട്ടെ ശ്വേതാമേനോൻ എന്ന് പറയുന്ന നടിയെ നമ്മുടെ മലയാളികളും പിന്നെ കുറച്ച് ഹിന്ദിക്കാരും തമിഴന്മാരും മാത്രമാണ് അറിയാവുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ സിനിമ കണ്ടവർ മാത്രം. പക്ഷേ ഈ ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നോക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ശ്രീവത്സൻ മേനോൻ ഇന്ന് മലയാളികൾക്ക് മനസ്സിലായത് ഒരുപക്ഷെ ഈ അഭിമുഖം വന്നപ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടൊന്നും നമ്മൾ വിലയിരുത്താൻ കഴിയില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ മാധ്യമ പ്രവർത്തനം എന്നുള്ളതിലുപരി ഇദ്ദേഹം ഒരു വലിയ സാമ്പത്തിക വിദഗ്ധൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇനിയും മലയാളികൾ ഒരു 30 വർഷം പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അത്രത്തോളം ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനാണ് ശ്രീവത്സൻ മേനോൻ എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് അയാളെ പറ്റി അറിയണമെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ ബാക്കി ഭാഗങ്ങൾ 24-ലുണ്ട്, അത് പോയി കാണുക. നന്ദി, നമസ്കാരം.